ഒരു ഇലക്ഷന് മുമ്പ് ഒരു ഇലക്ഷൻ വലിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വന്തം സൈനികരെ പോലും പണയം വെക്കാൻ കൊന്നുകളയാൻ മടിയില്ലാത്തൊരു ഭരണകൂടമാണ്. അത് എന്താണ്, ആരാണ്, എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്ന് വരെ ഒരു അന്വേഷണം പോലും വിജയകരമായി നടന്നിട്ടില്ല. ഇതറിഞ്ഞപ്പോ അവർ വലിയ കാട്ടിക്കൂട്ടലുകളുണ്ടായി. ഞങ്ങൾ പാകിസ്ഥാനിൽ പോയി 2 ബോംബ് പൊട്ടിച്ചുവെന്ന് വീഡിയോകളും അതുപോലെ യുദ്ധവിമാനങ്ങളുടെ വീഡിയോകളെല്ലാം ചാനലുകളിലൂടെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ പൊതുജനങ്ങളെ കഴുതയാക്കിയിട്ട് ഇലക്ഷനിൽ വിജയിക്കാമെന്നുള്ള കുതന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോർട്ടിൽ നിന്ന് അവർക്ക് പ്രതികൂലമായി ചില നിയമങ്ങളൊക്കെ വന്നപ്പോ ജമ്മു കാശ്മീരിലുള്ള പാവപ്പെട്ട എത്രയോ ഹൈന്ദവ സഹോദരങ്ങളെ ബലി കൊടുക്കണോ? ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയുമോ? നമ്മൾക്ക് 2 ലക്ഷക്കണക്കിന് സൈനികരാണ് അങ്ങ് ജമ്മു കാശ്മീരിലുള്ളത്. ഓരോ 100 മീറ്ററുകളിലും സൈനിക കേന്ദ്രങ്ങളാണ്, സൈനിക സെന്ററുകളാണ്, സൈന്യങ്ങൾ അണിനിരന്നിട്ടുണ്ട്. അതേപോലെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ബോർഡറിൽ റഡാറുകളുണ്ട്, ക്യാമറകളുണ്ട്, സാറ്റലൈറ്റ് സംവിധാനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് സൈനികരുണ്ട്. ഈ സൈനികരെയെല്ലാം വെട്ടിച്ചുകൊണ്ട് പഹൽഗാമിലേക്ക് ഒരുപാട് തീവ്രവാദികൾ കടന്നു വരിക. എന്നിട്ട് നീ മുസ്ലിമാണോ, നീ ഹിന്ദുവാണോ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ കൊല്ലുക. ആരാ മുഅ്മിനീങ്ങളെ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുസ്ലിമിന് എന്ത് ലാഭമാണുള്ളത്? മുസ്ലിമിന് എന്ത് നേട്ടമാണുള്ളത്? നീ മുസ്ലിമാണോ, അല്ലേ, നീ മാറിക്ക്, നീ ഹിന്ദുവാണോ, പിടിച്ചോ എന്ന് പറഞ്ഞ് കൊല്ലുന്നത് ഏത് തീവ്രവാദിയാണ് അങ്ങനെ ചെയ്യാ? ഏത് മുസ്ലിമാണ് അങ്ങനെ ചെയ്യാ? അഥവാ ഇവിടെ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പദ്ധതിയിട്ടുകൊണ്ട് ഇത്രയൊക്കെ സൈനികരുടെ ഇടയിലൂടെ കടന്നു വന്നിട്ട് 20 മിനിറ്റ് നേരം നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ സന്ദർശിക്കുന്ന സന്ദർശന സ്ഥലങ്ങളിൽ പോലും, ടൂറിസ്റ്റ് ഏരിയകളിൽ പോലും ഒരു മടിയുമില്ലാതെ നിരപരാധികളായ ആളുകളെ കൊലക്ക് കൊടുത്തിട്ട് അതിനെ പോലും വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്ന ഭരണകൂടമുള്ള കാലമാണിത്. നോക്കൂ നിങ്ങൾ, ഇത്രയൊക്കെ ആസൂത്രിതമായി ഒരു തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ സൈനികർക്ക് എവിടെയായിരുന്നു? 20 മിനിറ്റ് നേരം അവിടെ സൈനിക വേഷത്തിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് എവിടെയായിരുന്നു? എന്നാൽ ഇവരൊക്കെ ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ഇന്നാലിന്ന ആളാണ് പേരും ഫോട്ടോവും ചിത്രവും സഹിതം പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് പോയി. ഇന്റലിജൻസിൽ നിന്ന്, മിലിറ്ററിയിൽ നിന്ന്, സൈനിക കൂടങ്ങളിൽ നിന്ന്, സൈനിക ഏരിയയിൽ നിന്ന്, സെന്ററിൽ നിന്ന് നിർദ്ദേശം പോയി. ഇന്നാലിന്ന ആളുകളാണ്, ഇന്നാലിന്ന വ്യക്തികളാണ്, ഫോട്ടോ, പേര് എവിടുന്ന് കിട്ടി? എവിടുന്ന് ഇതൊക്കെ കിട്ടും? എന്തുകൊണ്ട് അവർക്ക് വന്നതറിഞ്ഞ് ഇത്രയൊക്കെ സൈനിക സംവിധാനങ്ങളുള്ള കശ്മീരിൽ ഇത്രയും ആളുകൾ വന്നത് എന്തേ അറിയാത്ത? അപ്പൊ ഇതൊക്കെ ആസൂത്രിതമായ ഒരു ചതിപ്രയോഗങ്ങളാണ്. അതൊക്കെ തിരിച്ചറിയും കുറച്ച് കഴിയുമോ? കണ്ടില്ലേ, അവിടെയുള്ളൊരു ഹൈന്ദവ സ്ത്രീ പോലും പറഞ്ഞത് ഞങ്ങൾക്കവര് സഹോദരങ്ങളാണ്, അവരെ അള്ളാഹു രക്ഷിക്കട്ടെ, ഞങ്ങൾക്കവര് സഹോദരങ്ങളാണ്. സ്വന്തം പിതാവിന് ഇഷ്ടപ്പെട്ടവർ, സ്വന്തം ഭർത്താവിന് ഇഷ്ടപ്പെട്ടവര് ഞങ്ങളെ സഹോദരങ്ങളെ പോലെയാണ് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ സ്വീകരിച്ചത്. അവരെ അല്ലാഹു രക്ഷിക്കട്ടെ, അവർ ഞങ്ങളുടെ ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ്, പുതിയ സഹോദരങ്ങളാണെന്ന് പറഞ്ഞപ്പോ ഈ കേരളത്തിലുള്ള തീവ്രവാദ ചിന്തയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ പോലും, എല്ലാവരല്ല, എത്രയോ നല്ലവരായ സഹോദരങ്ങളുണ്ട്, ബഹുഭൂരിപക്ഷവും നല്ല സന്മനസ്കരായ സഹോദരങ്ങളാണ് ഹൈന്ദവ സമൂഹത്തിലുള്ളത്. എന്നാൽ വർഗീയ ധ്രുവീകരണം മാത്രം ആഗ്രഹിക്കുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ പാവപ്പെട്ട പല്ലവി എന്ന് പറയുന്ന സഹോദരിയെ പോലും ഒരുപാട് തീവ്രവാദം ആരോപിച്ചില്ലേ? എന്തൊക്കെയോ തെറി പറഞ്ഞില്ലേ? എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു, അസഭ്യം പറഞ്ഞു. എന്തിന്? ഈ പാവപ്പെട്ട സഹോദരി ചെയ്തത് തന്നെ സഹായിച്ച തന്റെ മുസ്ലിം സഹോദരങ്ങൾ എന്റെ ബ്രദേഴ്സാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അവ പ്രിയപ്പെട്ടവരെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആസൂത്രിതമായ നീക്കമാണ്. ആ നീക്കങ്ങളിലെല്ലാം നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ, നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ, ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ ഒരു സംഭവം ഇനിയും ഇവിടെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ ഇന്ത്യ തകരാതിരിക്കാൻ, ഇന്ത്യയാകുന്നത് എല്ലാ ബഹുസ്വര സമൂഹം ഇവിടെ ജീവിക്കുമ്പോഴാണ്. സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ ബഹുസ്വര സമൂഹം ഇവിടെ ജീവിക്കുമ്പോഴാണ്. അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോ, ഒരു തീവ്രവാദ ആക്രമണം
നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ പള്ളികളിൽ നിന്ന് വാണിംഗ് പോവുകയാണ്. ആരും പുറത്തിറങ്ങരുത്, തീവ്രവാദ അക്രമങ്ങളുണ്ട് എന്നുള്ള വാണിംഗ് പള്ളികളുടെ മെഹ്റാബിൽ നിന്ന് മൈക്കിലൂടെ പുറത്തിറങ്ങുകയാണ്. അവിടെയുള്ള മുസ്ലിമീങ്ങളാണ് പാവപ്പെട്ട ഹിന്ദുക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരാണ് പിന്നെ പ്രതിഷേധവുമായി പുറത്തിറങ്ങുന്നത്, ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ചാനലുകളിലൂടെ നിരന്തരമായി വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചു കൊന്നു എന്നുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്. മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും അളക്കേണ്ട ആവശ്യമില്ല. മുസ്ലിമീങ്ങൾ ആരാണ് എന്ന്, മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം എന്താണ് എന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യവും നമ്മൾക്കില്ല. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത് പിടിക്കപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗവും ഇന്നത്തെ സർക്കാരുമായി ബന്ധമുള്ള ആളുകളാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റിലായത് 2 പേര്. UP സ്വദേശികളായ കുമാർ വികാസ്, രവീന്ദ്രകുമാർ എന്നിവരാണ് പിടിയിലായത്. ഇതിലെവിടെയാണ് മുസ്ലിമീങ്ങൾ? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുക്കുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന അതേ പാർട്ടിയിൽ നിന്നുള്ള ആളുകള്. അതേപോലെ അടുത്തത് പാക് ചാര സംഘടനയ്ക്ക് സൈനിക രഹസ്യങ്ങൾ കൈമാറി. UPയിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. UPയിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഫിറോസാബാദിലെ ഫസ്ത്രപൂർ ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത്. ഇതിലെവിടെ മുസ്ലിം? ആയുധ രഹസ്യങ്ങൾ പോലും ചോർത്തി കൊടുക്കുന്നവർ മുസ്ലിങ്ങളാണോ? കശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് ആയുധമെത്തിച്ച BJP നേതാവ് അറസ്റ്റിൽ. മുസ്ലിമാണോ? പറയണം. മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹത്തെ അളക്കുന്നവർ പറയണം. ജമ്മുവിൽ പിടിയിലായ ലഷ്കറെ ഭീകരൻ BJP IT സെൽ മുൻ മേധാവി. മനോരമയുടെ ന്യൂസാണ്. ജമ്മുവിൽ പിടിയിലായ ലഷ്കറെ ഭീകരൻ BJP IT സെൽ മുൻ മേധാവി. ഇതിലെവിടെ മുസ്ലിമീങ്ങള്? എല്ലാറ്റിനും മുസ്ലിമീങ്ങൾക്കെതിരെ കുതിര കയറുന്ന ആളുകൾ പഠിക്കണം. മുസ്ലിമീങ്ങൾ ഒറ്റുകാരല്ല, മുസ്ലിമീങ്ങൾ ചതിയന്മാരല്ല. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത്. നെഞ്ചിലേക്ക് പിൻഭാഗത്ത് നിന്ന് വെടിയുതിർക്കുമ്പോ പിൻഭാഗത്തിലൂടെ വെടിവെക്കരുത്, എന്റെ മുന്നിലൂടെ വന്ന് നെഞ്ചത്തേക്ക് വെടിവെക്കൂ എന്ന് പറഞ്ഞ മഹാനായ വാര്യൻ കുന്നത്തിന്റെ അനുയായികളാണ് നമ്മള്. വാര്യൻ കുന്നത്തിന്റെ അനുയായികളാണ് നമ്മള്. ഇതേ പഹൽഗാമയിൽ തന്നെ പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ കൊല്ലുമ്പോ തീവ്രവാദികളിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന കുതിര സവാരിക്കാരന്റെ നാട്ടുകാരാണ് നമ്മള്, അവരുടെ മതക്കാരാണ് നമ്മള്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതത്തിന് മുസ്ലിമീങ്ങളുടെ ഈമാനല്ല നിങ്ങൾ അളക്കേണ്ടത്, മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹമല്ല നിങ്ങൾ അളക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യ ഗേറ്റിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷികളുടെ പേരവിടെയുണ്ട്. ആ പേരുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിൽ ഏറ്റവും കൂടുതലുള്ളത് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പേരാണ്, മുസ്ലിം രക്തസാക്ഷികളുടെ പേരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 ജവാന്മാരുടെ 40 മിലിറ്ററിയുടെ സേനാനായകന്മാരുടെ സേനാനികളുടെ ജീവനെടുത്ത പുൽവാമ ആക്രമണം ഒരു ഇലക്ഷൻ കടന്നു വരുമ്പോഴാണ് ഉണ്ടായത്. ആ ഇലക്ഷൻ വരുമ്പോ പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോ മുൻ ജമ്മു കശ്മീരിലെ ഗവർണറും BJP നേതാവായ സത്യപാൽ മാലിക്കാണ് പറയുന്നത് ഇതെല്ലാം ആസൂത്രിതമായ നീക്കമാണ് എന്ന്. ഇതൊക്കെ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്ന് പറയുന്നത് ഒരു BJP നേതാവാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കുതന്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ വഞ്ചിതരാകരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാണ്, ഹൈന്ദവ സഹോദരങ്ങളോട് പറയാണ്. ഒരു മുസ്ലിമിനും ഒരാളെയും കൊല്ലാൻ കഴിയില്ല, ഒരു മുസ്ലിമിനും ഒരാളെയും നിരപരാധികളായ ഒരാളെയും കൊല്ലാൻ കഴിയില്ല. നമ്മൾ ഒരാളെ കൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ കൊല്ലുന്നത് ഒരു സമൂഹത്തെയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്മൾ കൊല്ലുന്നത് ഒരു സമൂഹത്തെയാണ്. ഒരാളെ കൊല്ലുമ്പോൾ ആ കൊല്ലുന്നത് ഒരു സമൂഹത്തെയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീആ. നിരപരാധികളായ ആളുകളെ കൊല്ലുന്നത് ഒരു കൊലപാതകം നടത്തുന്നതിന് പകരം ഒരു സമൂഹത്തെ കൊല്ലുന്നത് പോലെയാണ്, ഒരു നാട്ടുകാരെ മുഴുവനും കൊല്ലുന്നത് പോലെയാണ്. ഫകഅന്നമാ ഖതലൻ നാസ ജമീആ. ലോകത്തുള്ള എല്ലാവരെയും കൊല്ലുന്നതിന്റെ അത്രയും വലിയ പാപമാണ് നിരപരാധിയായ ഒരാളെ കൊല്ലുന്നത്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീആ.
നിങ്ങൾ ഒരാളെ ജീവിപ്പിച്ചാൽ നിങ്ങൾ ഒരുപാട് ആളുകളെ ജീവിപ്പിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ടൊരു കാരണവശാലും നിരപരാധിയായ ഒരാളെ പോലും ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് തൊടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ വാര്യൻ കുന്നത്തിന്റെ ചരിത്രം നമ്മൾക്കറിയാം. വെടിവെക്കുമ്പോൾ എന്റെ മുമ്പിൽ വന്ന് നെഞ്ചിലേക്ക് വന്ന് വെടിവെക്കുക എന്ന് പറഞ്ഞത് മഹാനായ ടിപ്പു സുൽത്താന്റെ ചരിത്രം നമ്മൾക്കറിയാം. അവസാനത്തെ രക്തം ഇറ്റ് വീണ് അവസാന ശ്വാസം മരിക്കുന്നത് വരെ ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ചുപോയ ഒരാളാണ് മഹാനായ ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താനെ ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളാണ്. ബ്രിട്ടീഷുകാരോട് മാപ്പെഴുതി വാങ്ങിച്ച ആളല്ല. മഹാനായ ടിപ്പു സുൽത്താൻ വിട പറഞ്ഞപ്പോഴാണ് അവരുടെ സൈനാധിപൻ പറഞ്ഞത് ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ, ഇന്ന് ഇന്ത്യ നമ്മുടേതാണ് എന്ന് പറഞ്ഞത്. ഇന്ന് ഇന്ത്യ നമ്മുടേതാണ്. ടിപ്പു സുൽത്താൻ കൊല ചെയ്യപ്പെട്ടപ്പോഴാണ്, രക്തസാക്ഷിയായപ്പോഴാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്ന്. അങ്ങനെയുള്ള ടിപ്പു സുൽത്താന്റെ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ നമ്മള്. അവസാനത്തെ മുഗൾ ചക്രവർത്തിയെ നാട് കടത്തുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പിടി മണ്ണുമായിട്ടാണ് അദ്ദേഹം നാട് വിടുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ താൻ ജനിച്ചു വീണ മണ്ണ്, ആ മണ്ണ് വേണം ഞാൻ മരിച്ച് കബറിൽ കിടക്കുമ്പോൾ എന്റെ കവിൾത്തടങ്ങൾ ഉരുളയായി വെക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കണോ? പ്രിയപ്പെട്ടവരെ, അവസാനത്തെ മുഗൾ രാജാവിനെ നാട് കടത്തുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരുപടി മണ്ണുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അവസാനം ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ കവിൾത്തടങ്ങളിൽ മണ്ണ് വെക്കണം. ആ മണ്ണ് ഞാൻ ജനിച്ചു വീണ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണാവണമെന്ന് പറഞ്ഞ് മണ്ണ് കൊണ്ടുപോയ മുഗൾ രാജാവിന്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവരെത്ര ചതിപ്രയോഗങ്ങൾ നടത്തിയാലും അതിന് ഒരുപാട് കാലതാമസം ഉണ്ടാവില്ല. താൽക്കാലികം മാത്രമാണത്. കുറച്ചു കാലം ഉണ്ടാകും. കുറച്ചു കാലം അവര് പടുമരം പോലെ വേര് താഴോട്ട് ആഴ്ന്നു പോയ പടുവൃക്ഷം പോലെ അവരുണ്ടാകും. എന്നാൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ വേരോടെ മരങ്ങളെ പിഴുതെറിയുന്നത് പോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം അക്രമകാരികളെ, ഇത്തരം ചതിയന്മാരെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടി പോലെയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടി പോലെയാണ്. കുറ്റിച്ചെടിയുടെ പ്രത്യേകത എന്താ? ശക്തമായ കൊടുങ്കാറ്റ് വന്നാൽ കുറ്റിച്ചെടി ഒന്ന് താഴ്ന്നു കൊടുക്കും. കൊടുങ്കാറ്റ് പോയാൽ അത് വീണ്ടും വരും. കുറ്റിച്ചെടിയെ വേരോടെ പിഴുതെടുത്തിട്ട് ഒരു കൊടുങ്കാറ്റും പോവില്ല. എന്നാൽ കുതന്ത്രം പ്രയോഗിക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത ചില രാജ്യസ്നേഹികൾ അവര് പടുവൃക്ഷം പോലെയാണ്. കാണുമ്പോ ഭയങ്കര ശക്തിയും പവറും ഒരുപാട് കാലം നിലനിൽക്കും എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷെ ഒരു കൊടുങ്കാറ്റ് വന്നാൽ അതിനെ വേരോടെ പിഴുതെറിയും. അങ്ങനെ കുറച്ചു കാലം ഇവരൊന്നും ഞാൻ കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. അക്രമികളെ, അല്ലാഹു നിങ്ങളെ കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇസ്രായേൽ ഫലസ്തീനിൽ കാട്ടിക്കൂട്ടുന്ന നരനായാട്ട്, അമേരിക്ക യമനിലും സിറിയയിലും കാട്ടിക്കൂട്ടുന്ന നരനായാട്ട്, ഇന്ത്യയിൽ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന നരനായാട്ടെല്ലാം അല്ലാഹു ഇത് കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. അല്ലാഹു ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. അല്ലാഹു തആല ഇതൊക്കെ മാറ്റിവെക്കുന്നതിന് യൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, അവരുടെ കണ്ണ് തള്ളിപ്പോകുന്ന ഭയാനകമായൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിലേക്ക് അല്ലാഹു തആല ഇതിനെ എടുത്തു വെക്കുകയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തിന്റെ സാഹചര്യങ്ങളെങ്കിലും പ്രിയപ്പെട്ടവരെ, അവസാനമായി എനിക്കിവിടെ പറയാനുള്ളത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് എഴുതി കൊടുത്തൊരു കത്താണ്. എത്ര മനോഹരാണ് ആ കത്തെന്ന് നോക്കണം. എത്ര മനോഹരാണ് ആ കത്ത്. ഈ കത്താണ് ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കൂ നിങ്ങൾ. അമ്മാ ബഅദ് ഫഇന്നി ആമുറുക വമൻ മഅക മിനൽ ലജ്നാദ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്നവരെ, നിങ്ങളും നിങ്ങളുടെ എല്ലാ സേനാനികളും ബിത്തഖ്വല്ലാഹ്, തഖ്വയോടുകൂടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. എന്താണോ അല്ലാഹു പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യണം. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ഇനി അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങണം. ആ തെറ്റുകളെ നിങ്ങൾ മായ്ച്ചു കളയണം.
അങ്ങനെ തൗബ ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇല്ലാ മാ താബ വ ആമന വ അമില അമലൻ സാലിഹാ, നിങ്ങളൊരു തെറ്റു ചെയ്താൽ എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ പാപമാണെങ്കിലും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്നാ പറഞ്ഞത്. നിങ്ങളുടെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ, നിങ്ങളുടെ പശ്ചാത്താപം ഇഖ്ലാസോടുകൂടിയാവണമെങ്കിൽ, നന്നാവണമെന്നുള്ള ഉദ്ദേശത്തോടെ, ഇനി ആവർത്തിക്കില്ല എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ തൗബ ചെയ്താൽ നിങ്ങളുടെ യൗവനകാലത്ത് ചെറുപ്പകാലത്ത് നിങ്ങൾ കുടിച്ച കള്ളുകൾക്ക് പോലും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ വ്യഭിചാരങ്ങൾക്ക് പോലും അല്ലാഹു പ്രതിഫലം നൽകും. അറിയാതെയോ അനിയന്ത്രിതമായിട്ടോ ജീവിതത്തിൽ വന്ന വൻദോഷങ്ങളും പാപങ്ങളും ചെറുദോഷങ്ങളുമെല്ലാം ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന ആത്മാർത്ഥമായ ബോധത്തോടുകൂടി അല്ലാഹുവിലേക്ക് മടങ്ങി തൗബ ചെയ്ത് നന്നായി ഇനി ഒരിക്കലും നിങ്ങൾ തെറ്റു ചെയ്യാതെ നന്മയുടെ ഭാഗത്ത് നിന്നാൽ നിങ്ങളുടെ ഗതകാലത്ത് കടന്നുപോയ, കഴിഞ്ഞ കാലത്ത് കടന്നുപോയ എല്ലാ തിന്മകളെയും അല്ലാഹു തആല നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് ഖുർആനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. മനസ്സിലായോ?